ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തതിൻ്റെ ശേഷമാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം മോള് ഗർഭിണിയായിരുന്നു. അപ്പോൾ അവളെ പ്രസവത്തിന് കൊണ്ടുവരലും പ്രസവവും ഒക്കെ ആയിട്ട് വളരെ ബിസി ആയിരുന്നു. ഇപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ പ്രാഥമിക കാര്യങ്ങളും നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒരു 7 മണിയാകുമ്പോഴാണ് അടുക്കളയിലേക്ക് വരുന്നത്. കാരണം അത്ര നേരത്തെ വന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പെട്ടെന്ന് സ്കൂളിൽ പോകണവരോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ വന്നതിന് ശേഷം ചായ ആദ്യം തന്നെ കുടിക്കില്ല കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ അടുപ്പ് തീയൂട്ടി ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ വിഭവം തന്നെയാണ് കേട്ടോ. സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. മലബാറി വിഭവമായ ഓട്ടാട തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് രാത്രിയായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയെടുത്തതിൻ്റെ ശേഷം അത് മിക്സിയുടെ ജാറിലിട്ടുകൊണ്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ചോറ്, ഏകദേശം ഒരു ടേബിൾ സ്പൂണ് ചോറ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചോറ് ചേർത്തുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഓട്ടാടക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ചേർക്കാഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അരച്ചതിൻ്റെ ശേഷം നല്ല കുറുങ്ങനായിക്കണേക്ക് കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുത്താലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി അരി അരക്കാതെ തന്നെ നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന പൊടി വെച്ചിട്ടും ഓട്ടാട ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ പല രീതിയിലുമായിട്ട് ഓട്ടാട ഉണ്ടാക്കുക കേട്ടോ. ഇനി ഓട്ടാടയുടെ റെസിപ്പി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഉപ്പിട്ട് മിക്സാക്കിയാണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് ചായൻ്റെ വെള്ളം വെച്ചിരുന്നു, അത് തിളച്ചിട്ടില്ല. അപ്പോൾ അത് തിളക്കുന്ന സമയത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഹസ്ബൻഡ് പള്ളിയിൽ പോയി നടത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പേപ്പർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുകയാണ്, കൂടുതലൊന്നും നോക്കണില്ല. ഈ കിട്ടുന്ന ടൈം കൊണ്ട് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. വിശദമായിട്ടൊക്കെ നോക്കൽ പിന്നീടാണ്. അപ്പോൾ ഇവിടെ ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കപ്പിൽ 1 ലിറ്റർ കൊള്ളുന്ന ഒരു കൈപ്പട്ടയിലാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനുണ്ടാവും. ഞങ്ങളങ്ങനെ കൂടുതൽ ചായ കുടിക്കുന്നവരല്ല. അതുകൊണ്ട് അതുണ്ടാക്കി അവിടെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഓട്ടാട ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ കരുതുന്നത് കേട്ടോ. ഞാൻ അടുപ്പത്ത് തന്നെയാണ് ഓട്ടാട ഉണ്ടാക്കിയെടുക്കാറ്. കാരണം ഗ്യാസ് അടുപ്പമിൽ ഉണ്ടാക്കി എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയറായി കിട്ടലില്ല, നടുവിൽ വേവാത്ത മാതിരി വരലുണ്ട്. അപ്പം നല്ലപോലെ തീ കത്തിച്ചിട്ട് ഓവർ ചൂടാവരുത് കേട്ടോ. ഇനി ചൂട് ഓവറായാലും കുറച്ച് വെള്ളം കുടഞ്ഞാണ്ട് നമ്മൾ ചൂട് പാകപ്പെടുത്തിയിട്ട് വേണം മാവ് കോരി വയ്ക്കാൻ, അല്ലെങ്കിൽ ഓട്ടാട നടുഭാഗം കിടന്നു പോകും. അപ്പോൾ അത് ആവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉച്ചയ്ക്കുള്ള ചോറ്റിനുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കറി ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് ലാസ്റ്റാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓട്ടാട ആയിട്ടുണ്ട്. എല്ലാതും ഞാൻ കാണിക്കണില്ല കേട്ടോ, ഒന്ന് ഒരു ഓട്ടാട ഉണ്ടാക്കുന്നത് മാത്രമേ. അപ്പോൾ ഇവിടെ ഓട്ടാട നല്ലപോലെ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് കേട്ടോ. ഇവിടെ എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ്, പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പവും ഒക്കെ ആയിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ദോശ, ഓട്ടാട, പുട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിലേക്കുള്ള കറി ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നില്ല. ഇന്നലെ ഉണ്ടാക്കി വെച്ചിന് ചെറുപ്പയറിൻ്റെ കറി ഉണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലായിരുന്നു, അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് തണുപ്പ് പോയിട്ടൊന്ന് ചൂടാക്കി എടുക്കാമെന്നൊക്കെ എത്തുന്നത്. ആ സമയം കൊണ്ട് ഇവിടെ വെള്ളരി ഞാൻ നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയം മോൾ എണീറ്റാണ്ട് മുറ്റടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അവൾ ഉണ്ടാകുന്ന സമയത്ത് അവൾ തന്നെയാണ് മുറ്റടിക്കില്ല. അതെനിക്ക് വലിയൊരു ആശ്വാസമാണ്. മുറ്റം കുറച്ചുണ്ട്, മുറ്റത്തൊക്കെ ചില്ലിട്ടുകൊണ്ട് അതിലെന്തെങ്കിലും വീണാലേ അടിച്ച് പൊറുക്കിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഓട്ടാട ചുടലൊക്കെ കഴിഞ്ഞ് ഞാൻ അടുപ്പത്ത് പരിപ്പ് വെച്ചിട്ടുണ്ട്. അത് വീഴുന്ന സമയം കൊണ്ട് ഞാൻ ഹസ്ബൻഡ് രാവിലെ തന്നെ മീൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ചെറിയ കോലിയാണ് മീൻ. കോലി എന്നാൽ ഇവിടെ പറയാറ് കേട്ടോ. ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയണതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ഫസ്റ്റായിട്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ഡേ മൈ ലൈഫായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അപാകതകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഇനി അങ്ങോട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ നിങ്ങളെ കൂട്ടുകാർക്കും പിന്നെ നിങ്ങളെ കുടുംബാംഗങ്ങളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങളാരും മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് മീൻ മുറിക്കണതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ അതിലേക്ക് വെള്ളരി നുറുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചേർത്ത് പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, പിന്നെ പുളിക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് കുടംപുളിയാണ് കേട്ടോ. പിന്നെ ഉപ്പിട്ട് ചേർത്തുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് പാരുക. അങ്ങേക്ക് ഞാൻ
കുറച്ച് അര ടീസ്പൂണ് നല്ല ജീരകവും ഒരു 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തേങ്ങയൊക്കെ പറന്ന് തിളച്ചതിൻ്റെ ശേഷം അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പത്തേക്ക് ചോറ്റിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മീൻ മസാല കൂട്ടുകയാണ്. അപ്പോൾ മസാലയിൽ ഇനി ചേർത്തിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ ബേജാറാകണ്ട. അതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിൻ്റെ അതേ അളവിൽ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇത് ഞാൻ ഓരോന്നും പാത്രത്തിലാക്കി വെച്ചിട്ട് ഇപ്പം പൊരിക്കണില്ല. ഇത് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് പൊരിക്കുള്ളൂ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിനി അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ച് അത് തിളച്ച് അതിലേക്ക് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങളെ കാണിച്ച് തന്നിട്ടില്ല. ഒരുപാടല്ലാതെ കാണിക്കുമ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്താവും. അപ്പോൾ ഞാൻ പയർ ഉപ്പേരി വെക്കുകയാണ്. അതിലേക്കും കൂടുതലൊന്നുമില്ല. ഒരു പച്ചമുളക് 4 കഷ്ണങ്ങളാക്കി എടുത്തത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഞാൻ ഗ്യാസ്മലാണ് കേട്ടോ അത് വെക്കുന്നത്. ചോറുടെ അടുപ്പത്താണ് സമയത്ത് അങ്ങനെ ചെയ്യാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കാനായി, രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്. അപ്പം എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കഴിക്കട്ടെ. അപ്പം ഞാൻ ഇന്നലത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപ്പയറൊന്ന് ചൂടാക്കിയാണ്ട് മാറ്റി വെച്ചിട്ട് അടുപ്പത്തേക്ക് പയറാക്കിയതാണ്. അപ്പോൾ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ കരയാതൊക്കെ നിൽക്കും. അതിൻ്റെ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ഒക്കെ പെട്ടെന്ന് കഴിക്കണം. ഹസ്ബൻഡിന് പെട്ടെന്ന് പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പോകേണ്ട ദിവസമല്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഭക്ഷണമൊക്കെ എല്ലാവരും വേഗം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ ഭാഗമൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞ് അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം പാടെ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ വർക്കരയിൽ അടിച്ചിട്ടും തുടച്ചിട്ടൊന്നുമില്ല. കാരണം ഇവിടെ ഞാനിന്ന് ഈ ഭാഗം മാത്രം ഞാൻ നനച്ചുള്ളിപ്പണി എടുക്കാണ്ട് വർക്കരയെ മാത്രം, അല്ല അകത്ത് എല്ലാ ഭാഗത്തുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഭാഗം എടുക്കുന്നത് എൻ്റെ ചെറിയ മോനാണ്. പാത്രങ്ങളൊക്കെ ഞാൻ പുറത്തൊരു കൊട്ടത്തളം ഉണ്ട്, അതിലേക്ക് മാറ്റി വെച്ചപ്പോൾ അവനോടൊന്ന് കേക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. എപ്പോഴൊന്നും ചെയ്യൂല, എന്നാലും ചെയ്ത് തരുന്ന നേരത്തൊക്കെ ഒക്കെ ചെയ്ത് കണ്ട് ഇവിടെ ഞാൻ മുറ്റത്ത് ചില്ലിട്ട് അതിലാട്ട് ഇവിടെ നല്ല വെയിൽ വരും. അപ്പോൾ ഒരു കേക്ക് വെച്ചൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് മൊത്തം ഉണങ്ങി കിട്ടും. ഇത് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡാണ് വർക്കരയിലുള്ള. അപ്പോൾ അതുകൂടി ഒന്ന് കേക്ക് വെച്ചാൽ ഉണങ്ങിയ സമയത്ത് ഒക്കെ ഉണങ്ങി കിട്ടിയാൽ അതങ്ങോട്ട് മാറ്റി വെക്കാനുള്ള ഏകദേശം പാത്രങ്ങൾ മൊത്തമൊന്നുമില്ല, ഒരു ഏകദേശം ഭാഗത്തുള്ളതൊക്കെ ഇതൊക്കെ മോൻ തന്നെയാണ് കേക്ക് വെച്ചത് കേട്ടോ. കേക്ക് കയറാൻ ഇതൊന്നുമില്ല, പൊടി ആയതും ജസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പണി ഇതൊക്കെ ഒരു തലേന്ന് എടുത്ത പണികളാണ്. അപ്പോൾ ഇന്നെടുത്ത് ഏകദേശം ഈ ഭാഗത്തുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ വർക്കരയാണ്, എന്നാലും കൂടിയിട്ട് ഒരുപാട് പാത്രങ്ങളും സാധനങ്ങളും കഴുകാനും ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഭക്ഷണത്തിനില്ല, അവർക്ക് വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഒരു ഭക്ഷണത്തിനില്ല. അപ്പം ഞാനും മോനും മോളെ ഉള്ളൂ കേട്ടോ ഭക്ഷണം കഴിക്കാൻ. അപ്പം മോനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് പുറത്ത് പോകാമെന്ന്. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചപ്പം പറഞ്ഞു എന്നാൽ പോവാറിന്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു കേട്ടോ. അതിന് ശേഷം എസറിന് ശേഷമാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത് ഞങ്ങൾ മലപ്പുറം കോട്ടക്കുന്നിലേക്കാണ് കേട്ടോ. ഒരുപാട് കാലമായിട്ടുണ്ട് കോട്ടക്കുന്ന് പോയിട്ട്. കൊറോണ ഒക്കെ വരുന്നതിൻ്റെ മുന്നായിട്ട് പോയതാണ്. ഒരു 2-2.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കോട്ടക്കുന്ന് പോയിട്ട്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. പിന്നെ ഹസ്ബൻഡിന് ഒഴിവുള്ള ദിവസം എന്തായാലും ഞങ്ങളൊന്ന് പുറത്ത് പോകും കേട്ടോ. അങ്ങനെ ഒരുപാട് ദൂരം അങ്ങനെ ആയിട്ട് പോകലൊന്നുമില്ല, പോകലുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ഇവിടെ അടുത്തൊക്കെ ആയിട്ട് തന്നെ പോകൽ കേട്ടോ. പുറത്തൊക്കെ പോകലുണ്ട്, ഇല്ല എന്നല്ല.
അപ്പം ഞങ്ങൾ കോട്ടക്കുന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് എൻട്രൻസ് കേട്ടോ. ഇതിങ്ങനെ വണ്ടിയിൽ വരുമ്പം മേലൊക്കെ എൻട്രൻസിൽ ഇവിടെ തന്നെ വരാം കേട്ടോ. അതല്ലാതെ തന്നെ താഴേന്ന് പടികൾ കയറി വരാനുള്ള എൻട്രൻസ് ഭാഗം വേറെ ഉണ്ട്. അവിടെ ഉണ്ട് ഇങ്ങോട്ട് കിടക്കണതിന് എൻട്രൻസ് ഫീ ഒക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ വണ്ടികൾക്കുള്ള എൻട്രൻസ് ഫീ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. നമുക്കുള്ളിൽ പോയിട്ട് തന്നെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബൈക്ക് പാർക്ക് ചെയ്യണ വേറൊരു ഭാഗത്തും മറ്റു വാഹനങ്ങൾ മറ്റൊരു ഭാഗത്താണ് കേട്ടോ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞ് 5-5:30 ആയിട്ടുണ്ട് എത്തിയപ്പം. ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഏരിയ ഉള്ളത് കൊണ്ട് ജനങ്ങളങ്ങനെ കൂടുതലായിട്ട് തോന്നിക്കില്ല. പക്ഷെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, എൻട്രൻസിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കയറിയിട്ടില്ല. ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. കാരണം അവിടെ കുട്ടികൾക്കുള്ള എല്ലാ ആക്ടിവിറ്റീസുള്ളത്. ഇവിടെ ഇപ്പോൾ അതിൽ കയറി കളിക്കാൻ പറ്റിയ കുട്ടികളൊന്നും ഞങ്ങളെ കൂട്ടത്തിലില്ലല്ലോ. പിന്നെ മോനുള്ള അവന് അതിനോടൊന്നും താല്പര്യമില്ല. കാരണം അത്ര വലിയൊരു കുട്ടികൾക്കുള്ളതല്ല അത്. അതിൽ വലിയവർക്കുള്ളതുണ്ട്. പക്ഷെ അതിനായിട്ട് അങ്ങോട്ട് ഫീസ് കൊടുത്ത് കയറാതെ ഞങ്ങളിങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ വിഷ്വൽസൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നത്. മന്ത്രി ഇവിടെ ഇത് ഓപ്പൺ ഏരിയയിലാണ് കേട്ടോ. എല്ലാവരും നടക്കുന്ന ആ ഭാഗത്താണ് ഈ കുട്ടികൾക്കുള്ള ഈ ഒരു സൈക്കിള് അങ്ങനെയൊക്കെ ഒന്ന് പറയാം. കുട്ടികൾ ചെറിയൊരു ആക്ടിവിറ്റീസ് ഓപ്പൺ ഏരിയയിൽ. ഇതിന് ഒരു വണ്ടിക്ക് 40-60 വണ്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെയാണ് തോന്നുന്നു. പക്ഷേ ഇവരുടെ അതിനെല്ലാം കൊടുത്ത് ഇങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു ഏരിയക്ക് ഫസ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അവൻ്റെ വന്നിട്ടുള്ള അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളൂടെയും ഈ യാത്രയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം മോനെ അവനെ എടുക്കുക കേട്ടോ, മാറി മാറി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഏരിയ ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഉണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകണില്ല. അവിടെയൊക്കെ ജനങ്ങൾ നല്ലപോലെ റഷായിട്ടുണ്ട്. അപ്പോൾ കുട്ടീനെയും കൊണ്ട് അവരുടെ ഇടയിലൂടെ അങ്ങനെ അങ്ങോട്ട് പോകേണ്ട കരുതിയിട്ട് അങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ട് മാതിരിയുള്ള ഭാഗത്തൊക്കെ നല്ല പോലെ ഈ പുല്ല് ഗ്രാസ് വെച്ച് പിടിപ്പിച്ചൊക്കെയായിരുന്നു കേട്ടോ. പക്ഷെ അതെന്താ വെച്ചാൽ ഇവിടെ ചെറിയൊരു പാറ മാതിരിയുള്ളൊരു സ്ഥലമായിട്ട് അതങ്ങനെ നല്ല പോലെ സക്സസ് ആയി കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാണ് ഇപ്പോൾ ഇവിടെ നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പല മരങ്ങളും ഉണ്ട് കേട്ടോ. ഈ പൂക്കളുണ്ടാകുന്ന മരങ്ങളും അങ്ങനെ കേട്ടെന്ന് ഞാൻ ഇപ്പോൾ ഇതിലൂടെയൊക്കെ നടന്നപ്പോൾ കുറേ നമ്മളെ പുളിമരങ്ങൾ ഇഷ്ടംപോലെ കണ്ടു. എന്താ അതിൻ്റെ ലക്ഷ്യം എന്ന് അറിയില്ല. കാരണം ഇവിടെയൊക്കെ പുളിമരങ്ങൾ വെച്ചിട്ട് അതിലൊരു പുളി പോലും പറിക്കാനോ ഉണ്ടാവാനോ ജനങ്ങൾ സമ്മതിക്കില്ല. അതിൽ നിന്നിട്ട് അതൊന്ന് കായ പിടിച്ച് കിട്ടാൻ കൂടി സമ്മതിക്കലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് ഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങൾക്കനുസരിച്ചുള്ള ജനങ്ങളപ്പോൾ ഇവിടെ കാണാൻ കഴിയില്ല. ഒക്കെ എല്ലാവരും താഴത്താണ് അധികം ഉള്ളത് കേട്ടോ. ഇവിടെ റോപ്പുണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വലിയവർക്കുള്ള ആക്ടിവിറ്റീസാണ്. അങ്ങനെ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുപാട് അതിലൂടെയൊക്കെ ചുറ്റിപ്പോയി കണ്ടുവന്നു. പിന്നെ രാത്രി ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം സമയം ഒരു 6:30 മണിയായി തുടങ്ങിയാണ്. ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം മോന് ഇവിടെ ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ 10 രൂപ കൊടുത്താൽ ഒരാൾക്ക് പങ്കെടുക്കുക. ആ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഇതിൽ 3 പ്രാവശ്യം പന്ത് അതിലൂടെ തന്നെ വീണ് വന്നാൽ വലിയൊരു റെഡി ബീറാണ് അവർ ഓഫർ ചെയ്യുന്നത് കേട്ടോ. 2 പ്രാവശ്യമാണെങ്കിൽ ചെറിയതെന്നാണ്. അപ്പം മോൻ്റെത് അത് ഫെയിലായിപ്പോയി. ഹസ്ബൻഡ് ചെയ്തിരുന്ന അതും ഫെയിലായിപ്പോയി കേട്ടോ. അപ്പോൾ ഈ ചെക്കൻ ചെയ്തത് 3 പ്രാവശ്യം ശരിയായി, അവന് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റീസിൻ്റെ ഇതുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. മോനെയും കൊണ്ട് ഇവിടെയൊക്കെ നല്ലപോലെ ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, വലിയവർക്കുള്ളതുണ്ട്. അപ്പോൾ അപ്പുറത്ത് അപ്പോൾ അതിൽ മോളും മോനൊന്ന് കയറണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് കയറ്റി കൊടുത്ത് ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഫീ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ടിക്കറ്റ് ഉണ്ട് എല്ലാത്തിനും, സെപ്പറേറ്റ് ആയിട്ടാണ് ടിക്കറ്റ്. പാർക്കിങ്ങിൻ്റെ അവിടെ ടിക്കറ്റ് ഉണ്ട്. പാർക്കിങ്ങിനല്ല, എൻട്രൻസ് ഭാഗത്ത് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം മോളും മോനും ഇതിൽ കയറിയിട്ടില്ല. കയറുന്നതിൻ്റെ മുന്നുള്ള ഒരു വിഷലെടുത്തതാണ്. അപ്പോൾ അവർ കണ്ടപ്പോൾ അവർക്ക് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെർ ഹെഡിന് 40 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവർ 2 പേരും അതിലൊന്ന് കയറി എൻജോയ് ചെയ്യാമെന്ന് വെച്ചു.
ഒരുപാട് കാലത്തിൻ്റെ ശേഷമാണ് അവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ഞാനും ഹസ്ബൻഡും 1-2 പ്രാവശ്യമൊക്കെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മോനിവിടെ ഇല്ലാത്തത് കൊണ്ട് അവനിപ്പോൾ ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് മാത്രമേ ഇതിലൊക്കെ പങ്കെടുക്കാൻ കഴിയാറുള്ളൂ. അപ്പോൾ ആക്ടിവിറ്റീസിലൊക്കെ കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം അവർ ഇറങ്ങി കേട്ടോ. കുറച്ചല്ല അവർക്ക് മതിയായിട്ടുണ്ട്. അത് നല്ല സ്പീഡിലൊക്കെ ചില സമയത്ത് നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഞങ്ങൾ അവിടുന്ന് പോവുകയാണ്. കൂടുതൽ വേറെ ഒന്നിരുന്ന് പങ്കെടുക്കുന്നൊന്നുമില്ല. ടൈം 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നാട്ടിലെത്തുമ്പോഴത്തെ ഒരുവിധം ടൈം ആവുമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് രാത്രിയിൽ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുകയെന്ന് പറഞ്ഞിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ഭക്ഷണം ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അത് ഞങ്ങൾ നാട്ടിൽ കൊണ്ടോട്ടി എത്തിയിട്ട് ആണ് ഭക്ഷണം കഴിക്കുന്നത്. കാരണം മോനുള്ളതുകൊണ്ട് നമ്മൾ അറിയുന്ന ആളുകളുടെ ഹോട്ടൽ വിടേണ്ട ഷാമിയാനയിൽ അവിടെ കയറിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പം കൂടുതൽ ഭക്ഷണങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, ഹെവി ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് കാണുന്ന മാതിരിയുള്ള ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കണേ. ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു ഫുൾ ഡേയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശമൊക്കെ എന്നെ കഴിയുന്ന മാതിരി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.